50 അയച്ച് 6 രൂപ അയച്ച ഒരാളുണ്ട്. 6 രൂപ, വെറും 6 രൂപ. പിന്നെ 101 തന്നതുണ്ട്, 50 തന്നതുണ്ട്, 500 തന്നതുണ്ട്, 250 തന്നതുണ്ട്. അതെല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ഇത്താമാരാണ് തന്നത്. എന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഈ ബാഡ് കമന്റ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് ഉദ്ദേശിച്ചിട്ട് ബാഡ് കമന്റ് ഇടണം. കാരണം എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ പാടാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കിപ്പം നിങ്ങളടുത്ത് ഒരു നന്മ പറഞ്ഞിട്ടോ ഒരു തിന്മ പറഞ്ഞിട്ടോ ഒന്നും, മനുഷ്യനാണ്. എൻ്റെ മക്കളെ കൈ പിടിക്കണം. എൻ്റെ ഉപ്പ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. തിരിച്ചു വന്നപ്പോൾ ഉപ്പാക്ക് വയ്യാണ്ടായി, ഗുളിക എടുക്കാൻ മറന്നുപോയി, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. കാരണം നമ്മളൊരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോകുമ്പം അവർക്ക് ഒരാൾ നമ്മളെ കൂടെ വരുമ്പം അവരെ സൽക്കരിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനമാണ്. നീ എന്ത് കൊടുത്ത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ 3 പകല് ഇട്ടൊരു വീഡിയോ ആണ്. 3 ദിവസം 50 അയച്ച് 6 രൂപ അയച്ച ഒരാളുണ്ട്. 6 രൂപ, വെറും 6 രൂപ. പിന്നെ 101 തന്നതുണ്ട്, 50 തന്നതുണ്ട്, 500 തന്നതുണ്ട്, 250 തന്നതുണ്ട്. അതെല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ഇത്താമാരാണ് തന്നത്. എന്നെ കോണ്ടാക്റ്റ് ഉള്ളതും വിളിച്ചിട്ടും എൻ്റെ പരിചയത്തിലുള്ളവരും. പിന്നെ അല്ലാണ്ട് തന്നത് 3-4 പേര്. അതിൽ തന്നെ ഗൂഗിൾ പേയിൽ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനും പറ്റുമല്ലോ. എനിക്ക് അതിൽ നിന്ന് ഈ 8000 സംതിങ് ഉള്ള പൈസയൊന്നും എനിക്ക് എടുത്തിട്ട് ഒന്നും സമ്പാദിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, വിശന്നവനെ ഭക്ഷിപ്പിക്കുക. അതിന് എവിടെയാണെങ്കിലും ഞാൻ പോയി എത്തിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ല. കാരണം എനിക്കൊരു ലിമിറ്റ് ഉണ്ട് പോണേന്. നിനക്ക് നിന്റെ ന്യൂനത തീർത്തിട്ട് മറ്റുള്ളവരത് ചെയ്തൂടെ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് കുറ്റം പറയുകയല്ല, ഒരു ആൻസർ നിങ്ങൾക്ക് തരണം. അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു ജോലിയുണ്ട്, അതെനിക്ക് ഭക്ഷണം കഴിക്കാൻ എത്തും അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ജനിക്കുമ്പോഴേ ഭക്ഷണം ഏകിയിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടുന്ന ഒരു സ്റ്റേജ് വന്നാലും അള്ളാഹു വിധി പോലെ വരുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന. ആർക്കും വേറെ പ്രശ്നങ്ങളില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട കുറച്ച് സ്ത്രീകളാണ് വെറുതെ കമന്റ് ഇടുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യമേ, നിങ്ങളുടെ അടുത്ത് ആരടുത്തും ആലോചിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഒരു കുട്ടികളെ കൊണ്ട് ഡിസംബറോടുകൂടി എൻ്റെ പകുതി പ്രാരാബ്ദം തീരും ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ആരടുത്തും ഞാൻ നിർബന്ധിച്ചിട്ട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ അയക്കാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ബാഡ് കമന്റ് ഇട്ട് ആരും 1 രൂപ തന്നിട്ടുമില്ല. പിന്നെ എൻ്റെ മോളെ വിളിക്കുന്ന പേര്, എൻ്റെ മക്കളെ വിളിക്കുന്ന പേര് ഞാൻ ഇപ്പോഴും പറയും. മസ്റൂറ ഫാത്തിമയെ ഞാൻ വിളിക്കുന്ന പേര് മസ്റൂ എന്ന് വിളിക്കും. കൂടുതലും മസ്റൂറ ഫാത്തിമ എന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ മുസ്താഖിനെ മുത്തുപോലെ ഉണ്ടയിരുന്നാണ്, അതുകൊണ്ട് ഞാൻ മുത്തുസേ വിളിക്കും. പിന്നെ മിംസലിന ബാപ്പച്ചി മിച്ചു വിളിക്കും. ആ പേരും എനിക്കിനി മാറ്റാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മിഫ്സലേന്ന് വിളിക്കും. കൂടുതലും ഞാൻ മക്കളെ പേര് തന്നെയാണ് വിളിക്കുന്നത്. ഒരാളെ ഒരു വീട്ടിൽ ചെല്ലപ്പേര് വിളിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിൽ നമുക്കൊരു പേരേ ഉള്ളൂ. മസ്റൂറ ഫാത്തിമയിൽ നെജിര എന്നാണെങ്കിലും നമ്മളെ ഉമ്മമാരൊന്നും നമുക്ക് ആർക്കും മുത്തേ കരളെ പൊന്നിയെന്നൊന്നും വിളിച്ചിട്ടില്ല. നമ്മൾ സ്നേഹം കൂടുമ്പോൾ വിളിക്കും. പിന്നെ എൻ്റെ ചാനൽ കാണാൻ ഒരുപാട് ഇത്താമാരുണ്ട്. എൻ്റെ കഷ്ടപ്പാടറിയാം, എൻ്റെ പ്രാരാബ്ദം അറിയാം. ഈ നിമിഷം വരെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. കാരണം ഇന്ന് രാവിലെ ഇന്നലെ ആ സമയത്ത് വന്നപ്പോൾ കറിയൊന്നും വെക്കാനില്ല. മക്കൾക്ക് പാവയ്ക്ക് പൊരിച്ചതും ബീട്രൂട്ട് വിഴുക്കുമാണ് വെച്ച് കൊടുത്തത്. പൊടി മോൻ കടയിലെ ചേച്ചി ഒരു ബറോട്ട കൊടുത്തതെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ വേറെ രീതിയിലാണ്. ഞാൻ വിറവും പറക്കി തിരിച്ചു വരുമ്പം എൻ്റെ കഷ്ടപ്പാട് ഞാൻ നിങ്ങളടുത്ത് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നെ കുത്തി നോവിക്കുന്നത് ഒന്നാമത് എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എൻ്റെ ഈ വീട് കഴിഞ്ഞു പോണത് എൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പറയട്ടെ ഞാൻ അവർക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുത്തെന്ന്, അല്ലെങ്കിൽ ഇതെന്ന്. എൻ്റെ വീടിന് വേണ്ടി സഹായിച്ച ഇത്താമാരുണ്ട്. അത് ഇനിയും എനിക്ക് അവർ സപ്പോർട്ട് ചെയ്യും. എന്നെ കൂടുതൽ എൻ്റെ ഇത്താമാർ വീഡിയോസ് കണ്ടില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികളാണെങ്കിലും വിളിച്ചിട്ട് തിരക്കുന്നു, എടി കതവ് പോളിഷ് ചെയ്യണേന് എത്ര രൂപ ആവും എടി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ എനിക്ക് അൽഹംദുലില്ലാ അവർ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അള്ളാഹു ആരെ കൈകളിലാണ് നിമിത്തം ഏകിരിക്കണം അവർ. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യമേ പറഞ്ഞത് ഞാൻ ചാരിറ്റി ആയിട്ടല്ല, എൻ്റെ ഫാമിലി പോലെ കണ്ടിട്ട്. അതായത് മരുന്നിന് കഷ്ടപ്പെടുന്നവർ, ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവർ, കിടപ്പ് രോഗികൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പടച്ചവൻ സത്യം, പിന്നെ നിങ്ങൾ എന്ത് ബാഡ് പറഞ്ഞാലും ഞാൻ എത്തിക്കും. എൻ്റെ വാപ്പാക്ക് എന്തെങ്കിലും അവസ്ഥ വന്ന് എൻ്റെ കയ്യിൽ താങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. കാരണം നിങ്ങളെന്നെ പിടിച്ചാരേന്ന് മറിക്കുന്നതല്ല. ഒരവസ്ഥ വന്നാൽ ഇപ്പം നല്ല
വയ്യാണ്ടുള്ള കണ്ടീഷനാണ്. എന്നാലും നടക്കുകയും ഡോക്ടർ പറഞ്ഞിരിക്കുന്നു വയറൊക്കെ നല്ല പെരുക്കമുണ്ട്. ഉപ്പ കഴിക്കുന്ന ഗുളികളൊക്കെ നിങ്ങൾ കണ്ടല്ലേ. ഈ തലയിൽ അഡീഷണൽ എക്സ്ട്രാ നരമ്പ് ഇടത് ഭാഗമാണ് ഇപ്പൊക്കെ വിഷയം. നല്ല ഗുളിക കഴിക്കാണ്ടായപ്പോൾ തല വെട്ടി പൊളക്കണ വേദനയായിരുന്നു. എനിക്ക് എന്തെന്നറിയാമോ, എനിക്ക് എൻ്റെ വാപ്പ, പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉപ്പാമാരുടെയാണ്. വാപ്പ ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു വാപ്പ, ഇങ്ങനെയാണ് മക്കളത് ചെയ് എന്നാണ് ഞാൻ എൻ്റെത് പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് പിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഒറ്റയ്ക്ക് തുഴയുന്ന സ്ത്രീകൾ യൂട്യൂബ് ചാനൽ മേടിക്കുമ്പം നമ്മൾ ഒരു ഉമ്മ വാപ്പ മക്കളല്ലല്ലോ. വെറുതെ വീട്ടിലിരുന്നിട്ട് കണ്ടിട്ട് ബാഡ്, അവൾ മേളിലോട്ട് പോവരുത്, അവൾ ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ അങ്ങ് നിർത്തി പൊക്കോട്ടെ. ചിലപ്പോൾ എൻ്റെ കമൻറ്റ് കൊണ്ട് അവൾ ഇതാവും. നിങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ തന്നെ വിചാരിക്കണം, ഇപ്പോൾ ഉദാഹരണത്തിന് ആര് ചാനൽ പറയാം, തസ്ലീം മീഡിയ, ആ കുട്ടി വീൽ ചെയർ ജീവിതമാണ്, എന്നിട്ട് അതിനെ ചെന്നിട്ട് വരെ കുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം എത്രത്തോളം ഉണ്ട് മനുഷ്യനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ? ഞാൻ ഈ മക്കളെയും കൊണ്ടിട്ട് എനിക്ക് ആരും പടച്ചോൻ്റെ ഭാഗത്ത് ഞാൻ എപ്പോഴും പൂട്ടിയിരുത്തിയിട്ടാണ് പോകണത്. എപ്പോഴും ഞാൻ പൂട്ടിയിരുത്തിയിട്ടാണ് പോകണത്. ഇവർ 3 പേരും ഉണ്ട് അല്ലെങ്കിൽ 2 പേരും ഉണ്ടെങ്കിൽ. കാരണം എനിക്ക് പടച്ചോൻ്റെ തണലേ ഉള്ളൂ. ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ്റെ കാരുണ്യം കൃപയും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് വരെയും ഞാൻ 4 വർഷമായി വീട്ടിൽ കയറ്റി. ഇന്ന് വരെയും എനിക്ക് ഉണ്ടായ ദുഃഖങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചും തരണം ചെയ്തും പോകുന്നുണ്ട്. അതിലിപ്പോൾ കമൻറ്റ് പറഞ്ഞിട്ട് നീ എത്ര കൊടുത്ത് എങ്ങനെ കൊടുത്ത്, എൻ്റെ ആൾക്കാർക്കറിയാം ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് ഈ പാവപ്പെട്ടവൻ്റെ കൈയിട്ട് വരുന്ന സ്വഭാവം ഉണ്ടല്ലേ, അതെനിക്കില്ല. കാരണം ഇന്നലെ കൊണ്ടു കൊടുത്തപ്പം അവരെ കൈകൂപ്പി ഞാൻ പറഞ്ഞു, ഞാനല്ല ഏട്ടാ എൻ്റെ ചെറിയ, ഞാൻ നിങ്ങൾ ഇത്രയാണ് ഞാൻ സംസാരിച്ചത്. ഒരു ബാഡ് വാക്ക് പോലും ഞാൻ ഒളിച്ചു വച്ചിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മേൻ്റെ അവസ്ഥയും ആ മാമൻ്റെ അവസ്ഥയും കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ചേച്ചിയെ ഞാനിങ്ങനെ വന്നതാ. ചെന്നപ്പോൾ അവരെല്ലാവരും ഇരിക്കും. ഇന്നലെ കുറ്റിയെടുപ്പാണ്. നമ്മൾ വന്ന ദിവസം സമയം കൊള്ളാമെന്നാണ് പറഞ്ഞത്. പിന്നെ ചേച്ചിയുടെ ഇനി ഫാമിലി കാര്യമൊന്നും ചെയ്യില്ല. വിഷമെന്നവനെ ഭക്ഷിപ്പിക്കുക, അതിനൊരു ഭ്രാന്തനാവട്ടെ, ഇനിയൊരു എന്തെന്നോ ആവട്ടെ, അവരെ ഒരു വീട്ടിൽ വന്നാൽ ഒരാളെ കയറി കതവടച്ചിട്ട് ഒളിച്ചിരിക്കുകയല്ല. അവരുടെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ഇതാക്കണം. സങ്കടപ്പെട്ട് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കി നിങ്ങൾ ഒരു ഇല വെട്ടിയിട്ട് വെളിയിരുത്തി കൊടുക്ക്. ആ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന മതിയായിരിക്കും. ഈ ദുനിയാവ് മാത്രമല്ല ഏട്ടാ, ആഹ്റവും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ട്. പാവങ്ങളെ ഉണ്ടല്ലേ അത് ദുഃഖിപ്പിക്കുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ ഇതിനകത്തുനിന്ന് ഒരു വിഹിതം കിട്ടിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പരിചയത്തിലെ പാവങ്ങൾക്കും ഒരു വിഹിതം കൊടുക്കും. ഇതൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ എൻ്റെ പൊന്നു മക്കളാണ് 3നെയും ഞാൻ നോക്കി. എന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ അവരെ ഒരു രീതിയിൽ സഹായിച്ചാൽ എനിക്ക് വേറൊരു രീതിയിൽ എൻ്റെ പടച്ചോൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടും. പിന്നെ എന്നെ കൊണ്ടൊക്കുന്നത് ഞാൻ ചെറുതിലെ തൊട്ടേ ചെയ്യുന്ന ആളാണ്. അതിനിപ്പോൾ എനിക്ക് 1 രൂപ ഇല്ലെങ്കിലും ഒരാൾ ചോദിച്ചാൽ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരിടത്തുനിന്നെങ്കിലും മേടിച്ച് കടം കൊടുക്കും. പിന്നെ ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയുന്നത്, എനിക്ക് വന്ന ദുഃഖം എൻ്റെ പടച്ചവൻ തന്ന ദുഃഖമാണ്, അല്ലാതെ വേറെ ആരും തന്ന ദുഃഖമല്ല. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. എനിക്കെല്ലാം എൻ്റെ മനസ്സിനോട് ക്ഷമിച്ച് സമാധാനപ്പെട്ടിട്ട് ഓരോ ചവിട്ടടി നിൽക്കുമ്പോഴും ഒരൊറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്കാണ്. പിന്നെ എനിക്ക് ഉമ്മ ഉപ്പ തന്ന് എന്തിനും ഒരു സന്തോഷമുണ്ട്. എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഉമ്മ ഉപ്പ, അതെനിക്ക് അൽഹംദുലില്ലാ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ കൂടെ ചില സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിക്കും. എന്നാലും ഉമ്മാരൂടെ പണ്ടൊക്കെ ഈ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ ആയപ്പം ഒരുപാട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പൊരുത്തപ്പെട്ട് ഇപ്പം ഞാൻ പണ്ടത്തെ ഒരു നെജിലല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരാൾ എൻ്റെ മുമ്പ് വന്ന് കൈ നീട്ടിയാൽ അതിന് എന്താവട്ടെ, ഞാൻ വീട്ടിനകത്ത് കയറ്റിയ ഭക്ഷണം കൊടുക്കുള്ളൂ. ആ സിറ്റ് ഔട്ട് ഇരുത്തിയെങ്കിലും, അല്ലാതെ പട്ടിയും പൂച്ചയും പോലെ വെളിയിലിരുത്തിയല്ല ഞാൻ കൊടുക്കുന്നത്. അതിന് ഏതൊരു മനുഷ്യനാവട്ടെ, ഒരു മനുഷ്യന് ഒരു നിമിഷം മതി നല്ലതാവാൻ. പിന്നെ അവൻ പണ്ട് ചെയ്തു പോയ തെറ്റുകളല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നികത്തി ഇവിടെ ആരും ജീവിച്ചില്ല. എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഈ ബാഡ് കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം സത്യമാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് ഉദ്ദേശിച്ചിട്ട് ബാഡ് കമൻറ്റ് ഇടണം. കാരണം എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ പാടാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കിപ്പം നിങ്ങളടുത്ത് ഒരു നന്മ പറഞ്ഞിട്ടോ ഒരു തിന്മ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ മക്കളെ. കാരണം എൻ്റെ ചാനലൊന്ന് എൻ്റെ ഇത്താമാരും എൻ്റെ സഹോദരങ്ങളും കാണണം. പിന്നെ എൻ്റെ മക്കൾക്ക് ഞാനില്ലാണ്ടായിപ്പോയാൽ എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല.
പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ A to Z കാര്യം ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതലൊന്നും ഒരു സോഷ്യൽ മീഡിയയാണ്, ഇതിൽ കൂടുതലൊന്നും എടുത്ത് ചാടി എനിക്ക് അഹങ്കാരം കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇത്താമാരുണ്ട്, ഞാൻ അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇത്താമാരുണ്ട്. പിന്നെ പടച്ച റബ്ബ് തന്ന ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ തരണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഖബറെന്നൊരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു പരിഗണനയെ തന്നെ ഞാൻ പോണത്. അതിന് ഒരു വിരൽത്തുമ്പിൽ പോലും ഒരാളിനെയും എനിക്ക് അനാവശ്യമായിട്ട് ഒന്നിൻ്റെ പേരിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാനും പോണില്ല, ഒന്നിനും പോണില്ല. എനിക്ക് ആരൊന്നും വിളിച്ച് സംസാരിക്കാൻ പോലും സമയമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരികളെ ഡെയിലി വിളിക്കുന്ന കൂട്ടുകാരികൾ ഞാൻ വിളിച്ചിരിക്കും. എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിൽ എന്നെ തിരക്കാൻ വേണ്ടിയ ആൾക്കാരുണ്ട്, അത് നിങ്ങൾക്കറിയാമോ? പിന്നെ ഈ ചാനൽ കൊണ്ട് മസ്റൂറാര ഉമ്മ എന്നറിയപ്പെടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരെ ദുആയും പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഒരാളിനെ മനസ്സിലാക്കിയിട്ടേ സംസാരിക്കാവൂ. പിന്നെ എനിക്ക് ഇത്രയും ന്യൂനത ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിനക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടാ, നിന്റെ കാര്യം നികത്തിയിട്ട് മറ്റുള്ളവരെ ഇനി എന്തൊരു വന്നാലും ശരിയല്ല. എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അതെടുത്ത് കൊടുത്തിരിക്കും. ഞാൻ പട്ടിണി ഇരുന്നാൽ ഞാൻ എൻ്റെ വാപ്പ